ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തലമായ സ്നേഹവന്ദനത്തെ നന്ദി അർപ്പിക്കുന്നു. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയലിവ് പരനായിരിപ്പാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടു, യഹോവ പട്ടണങ്ങളോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദേശത്തിൻ്റെ വാഴ്ചയുടെ അധികാര ശക്തികൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകർ കഷ്ടതയിൽ ഭാരത്തിലായിരിക്കുന്ന ജനങ്ങളുണ്ട്. കടഭാരത്താൽ രോഗാവസ്ഥ, ജപ്തിയാവസ്ഥ, ഹുഡമ ശന്തര റിഗൽഹി ഹസ്തിയ, യേശുവിൻ്റെ നാമത്തിൽ ശത്രു വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളുമേൽ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ജയം കൽപ്പിക്കുന്നു. ആൻഡ് ഷേഖെ ലാൻഥോ റീബ നാദിയ. ഗൾഫിൻ്റെ വിവിധ മേഖലയിൽ പ്രോഗ്രാം കാണുന്നവർ അനേകർ മനസ്സ് തകർന്നിരിക്കുന്നവർ, ജോലിയില്ലാതെ ജോലി ചെയ്ത് സാലറി കിട്ടിയവർ, സാലറി കിട്ടാത്തവർ, അങ്ങനെ പല മേഖലയിൽ ഭാരപ്പെടുന്ന അനേക ജനങ്ങളുണ്ട്, അനേക വ്യക്തിമണ്ഡലങ്ങളുണ്ട്. കർത്താവെ, അവരെ എല്ലാം വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വാതിലുകളെ, വഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീടിൻ്റെ ജപ്തി അവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ ഭവനത്തിൻ്റെ മേൽ കർത്താവെ, നീ പുതുവാതിലുകൾ, വഴികൾ തുറന്നതിനായി അധികാരികളോട്, കേരള ഗവൺമെൻറ്റിനോടൊന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയലിവ് പരനായിരിപ്പാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറവീൻ, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തിജീവമേ, ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭയമില്ലാത്ത ഒരു കാലഘട്ടമാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടാകണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ദൈവഭയമുണ്ടായിരിക്കണം. കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുവീൻ, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത്, ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നത്, അവൻ്റെ വചനത്തെ ഭയപ്പെടുന്നത്, അവൻ്റെ കൽപ്പനകളിൽ ജീവിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്, അത് ജ്ഞാനമാകുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1-2-3 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം മറ്റുള്ളവരെ വിധിക്കുന്നവരായല്ല, മറ്റുള്ളവർ നമ്മൾ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. മറ്റുള്ളവരെ നമ്മൾ വിധിക്കുമ്പോൾ അവർ നമ്മളെ അളക്കുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കും.
നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോല് ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക്, നിൻ്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിലെ നിന്നും കരടെടുത്ത് കളയുവിൻ, വെടുപ്പാക്കുക. വിശുദ്ധമായത് നായ്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കളയരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരും. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ദൈവത്തെ ഭയന്ന് ജീവിക്കുവാൻ താല്പര്യപ്പെടുത്താം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ജ്ഞാനമുള്ളവരായി പരിജ്ഞാനമുള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കും. അതിന് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിൻ്റെ മോഹയത്വത്തിൽ അകപ്പെടാതെ, ഈ ലോകത്തിൻ്റെ വാക്കുകളിൽ അകപ്പെടാതെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പാലിക്കുവാൻ സാധിക്കണം. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് 100% ദൈവവചനത്തെ ഒരുപക്ഷെ പാലിക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഏതെല്ലാം ജീവിതത്തിൽ കുറവുകളുണ്ടോ ആ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഈ വിഷയത്തിന്മേൽ എനിക്ക് ജയിക്കുവാൻ, ഈ പാപത്തിൽ നിന്ന് ജയിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അതാണ് റോമർ 12:1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവം നമ്മെപ്പറ്റി ചിന്തിക്കുന്നത്, നമ്മെപ്പറ്റി വിചാരിക്കുന്നത്, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയലവ് പരനായി ഇരിപ്പാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുവിൻ. കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുക, ഭയപ്പെടുന്നവൻ ജ്ഞാനമാകുന്നു. കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത്, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത്, കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നത്, അത് ജ്ഞാനമാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ, കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ കുറ്റമുള്ളവനാണ് എന്ന് നമ്മെ സ്വയം വിലയിരുത്തുവാൻ നമുക്ക് സാധിച്ചാൽ, അത് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സാധിച്ചാൽ, അവൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നാം നടക്കുന്നത് അറിയുന്ന ദൈവം. കേട്ടോ, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അത് ജ്ഞാനമുള്ള വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കും. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും
പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും അപ്പോൾ ലോകത്തിൻ്റെ മോഹത്തിൽ വിട്ടുപോകാതെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, ദൈവവചനത്തെ കീഴ്പ്പെടുവാൻ നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പരിഹാരം നൽകുന്ന, നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വാതിലുകളെ തുറക്കുന്ന, നാം അഭിമുഖീകരിക്കുന്ന രോഗവിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്ന, നാം അഭിമുഖീകരിക്കുന്ന കടവിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാലുവ് പരനായിരിപ്പാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായി നടക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിൻ്റെ മേൽ അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. നീതിമാൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താത്ത അനർത്ഥങ്ങളുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം നിന്നും വിടുവിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാലുവ് പരനായിരിപ്പാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുമെന്നോ യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടു, യഹോവയുടെ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. ദൈവത്തിൻ്റെ ഭയപ്പെടുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ ഭയപ്പെടുന്നത്, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഭയപ്പെടുന്നത് നമുക്കത് ജ്ഞാനമായി മാറുവാൻ സാധിക്കും. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയും. അനേകരുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കരയുന്ന അനേക വിഷയത്തിൻ്റെ മേൽ ഹൗഡധാര ഹന്തിയ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ദപ്ത്യാവസ്ഥയിൽ നിലവിളിക്കുന്ന അനേക കുടുംബ മണ്ഡലങ്ങളുണ്ട്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലെടുക്കില്ല. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയരും. എൻ്റെ സഹായം ആകാശം ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല, നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. നീ കഷ്ടതയുടെ നടുവിലൂടെ നടന്നാലും നിന്നെ വിടുവിക്കുന്നവനായ ദൈവം, നിന്നെ വഴി നടത്തുന്നവനായ ദൈവം. ഇന്ന് അനേക മേഖലകൾ, അടഞ്ഞ മേഖലകൾ സ്വർഗം തുറക്കുകയാണ്. അൽ റാബന ഹസ്തോരീയ ജപ്തിയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകർ കേരളത്തിലുണ്ട്. എന്നാൽ സ്വർഗം അവർക്കായി പുതുവാതിലുകളെ, പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. രാജാവിൻ്റെ ഹൃദയത്തെ നീർത്തോടാക്കുന്ന ദൈവം, രാജാവിൻ്റെ ഹൃദയത്തെ തൻ്റെ ഭക്തൻ്റെ ആവശ്യമനുസരിച്ച് മാറ്റുവാൻ കഴിയുന്ന ദൈവം. അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം. അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനായ ദൈവം. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്ന അനേക കുടുംബങ്ങൾ, അനേക സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ഔ റാക്ക ലാൻതോ റോഷോ നെയ്തിരിയ അന്ത റീബോള ഹസ്ത റീഖന ഹസ്തിയ പുതുവഴികൾ കർത്താവെ നീ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കേട്ട വചനത്തിൻ്റെ മധ്യയിൽ കർത്താവെ സമർപ്പിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അവിടെ ഭയപ്പെടുന്നത്, കർത്താവെ നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് അത് ജ്ഞാനമാകുന്നു. കർത്താവെ കേട്ട ജീവിതത്തിന് അത് കേട്ട വചനം അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. നിലവിളിക്കുന്ന കണ്ണീരോടെ ഇരിക്കുന്ന എല്ലാ മേഖലകളെയും സ്വർഗമെന്ന് വാതിലുകളെ, വഴികളെ തുറന്ന കൃപയ്ക്കായി നന്ദി പറയും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ പ്രോഗ്രാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.